ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പ്രത്യേക ഹേർബ് പരിചയപ്പെടാം. ഇതിന് പറയുന്നത് സീ ബക്തോൺ എന്നാണ് പറയുന്നത്. ഇത് ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിനായാലും ഹെൽത്ത് ഇഷ്യൂസിനായാലും ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി, അതായത് സ്കിൻ റീജനറേറ്റ് ചെയ്യാനും അതുപോലെ റിങ്കിൾസ് കുറയ്ക്കാനും അതുപോലെ തന്നെ മുഖത്തിന് ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അഗ്നയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോറിയാസിസ് ഇങ്ങനെയുള്ള പല സ്കിൻ ഇഷ്യൂസിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ സ്കിന്ന് ഡാമേജ് ആവുമല്ലോ. അപ്പോൾ സ്കിന്ന് അതിൽ നിന്ന് ഡാമേജ് ആവുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊക്കെ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ടിൽ നിന്നും അതുപോലെ സീഡിൽ നിന്നും ഓയിൽ നമുക്ക് സീബക്തോൺ ഫ്രൂട്ട് ഓയിൽ ആൻഡ് സീബക്തോൺ സീഡ് ഓയിൽ ഈ രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് ഓയിൽ അല്ലെങ്കിൽ സീഡ് ഓയിൽ വാങ്ങിക്കുക. ഫ്രൂട്ട് ഓയിലാണ് ഈ കളർ കൊടുക്കുന്നത്. ഒന്നും കൂടി നല്ലത് ഫ്രൂട്ട് ഓയിലാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ സ്കിന്നിൽ മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഫ്രൂട്ട് ഓയിലും പിന്നെ നമുക്ക് ചേരുന്ന മറ്റു ഓയിലുകളും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ക്രീമുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ക്രീമിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നൈറ്റ് കിടക്കുന്നതിനേക്കാളും മുമ്പ് സ്കിൻ റീജനറേഷനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതായതുകൊണ്ട് കിടക്കുന്നതിനേക്കാളും മുൻപ് നമുക്ക് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാം. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു അലോവേര ജെല്ല് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു, അതിലേക്ക് നമുക്ക് ഈ ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബേസ് ക്രീം വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇന്ത്യൻ ഒറിജിൻ സീബക്തോൺ ഫ്രൂട്ട് ഓയിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. കാരണം ഇതിൻ്റെ ഈ ഒരു യെല്ലോ കളറും ഉണ്ട്, ഈ ഡീപ്പ് ഓറഞ്ചും ഉണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൽ കളർ ഏതാണ് എന്നുള്ളത്. ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഞാൻ ഇതിൻ്റെ ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ ഇന്ത്യൻ ഒറിജിൻ മേടിച്ചപ്പോൾ എനിക്ക് ആ കളറൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ ഒറിജിൻ അല്ല, ഇത് യൂറോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ നല്ല ഡീപ്പ് ഓറഞ്ച് കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സീബക്തോൺ ആ പ്ലാന്റിന് ഒരു ചെറിയ മുള്ളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ചതുപ്പ് പ്രദേശത്ത് വളരുന്ന പോലെ ഉള്ള ഒരു സ്ഥലത്താണ് ഇത് കാട് പോലെ ഇങ്ങനെ വളരുന്നത്. ആൾക്കാർ ഒത്തിരി ഇത് പറിച്ചു കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു 3 വർഷമായിട്ട് ഈ ക്രീം യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കണ്ടത്. പെട്ടെന്നൊരു 1 മാസം അങ്ങനെയൊന്നുമല്ല, കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ വരുമല്ലോ, അതുപോലെ തന്നെ സണ്ണിൽ നിന്ന് വന്നിട്ടിരിക്കുന്ന സൺബേൺ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം കുറവുള്ളതായിട്ട് കണ്ടു. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി ഉണ്ടല്ലോ, അതിന് പകരമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. ഈ ഓയിൽ തന്നെയായിട്ടായാലും നമുക്ക് മസാജ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.